ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 37-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. 2020-ന്റെ അവസാന ദിനങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ ഒരു വർഷം ഏതെങ്കിലും ഒരു ദേശത്തിനോ രാജ്യത്തിനോ മാത്രമല്ല, ലോകം മുഴുവനും COVID-19 മൂലം വലിയ നഷ്ടങ്ങളും തകർച്ചകളുമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം ആഞ്ഞടിച്ചപ്പോഴും അതിൻ്റെ നടുവിൽ വിശ്വസ്തയോടെ നമ്മളെ പരിപാലിച്ച നമ്മുടെ കർത്താവ് എത്ര അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നത്. ഇതിനെല്ലാം ഓർത്ത് നന്ദി പറയാനുള്ള സമയമാണ്. 2020-ന്റെ ഈ അവസാന ദിനങ്ങളിൽ നമ്മൾ ഒരു മനസ്സോടെ നമ്മൾ കർത്താവിനെ വിളിച്ച് നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിനായി, കരുതലിനായി, വിശ്വസ്തതയ്ക്കായി, പരിപാലനയ്ക്കായി, സംരക്ഷണത്തിനായി ഹൃദയം തുറന്ന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ. കർത്താവിൽ ആനന്ദിക്കുക, നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും. നമ്മുടെ ആനന്ദം യേശു ക്രിസ്തുവാണ്. ആരെല്ലാം കർത്താവിൽ ആനന്ദിക്കുന്നുവോ ആ ദൈവ പൈതലിന്റെ ജീവിതത്തിലേക്ക് ആവശ്യങ്ങളെല്ലാം കർത്താവ് ചേർത്ത് തരികയാണ്. മനോഹരമായി ഈ വചനം സ്വന്തമാക്കി നമ്മുടെ മനസ്സിന്റെ സകല ഭാരങ്ങളും ആകുലതകളും വിട്ടുകളഞ്ഞ് നമ്മൾ ഒരുമിച്ച് അല്പസമയം നന്ദി പറഞ്ഞ് 2020-ന്റെ നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്. ഈ കോവിഡിലൂടെ അനേകം നന്മകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അനേകർക്ക് അറിയാലോ, ഒരുപാട് നന്മകൾ സംഭവിച്ചിട്ടുണ്ട്. ആ നന്മകളിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്വതന്ത്രമായ മനസ്സോടെ നന്ദി പറഞ്ഞ് ഈശോയെ യേശു നാമം വിളിച്ച് സ്നേഹത്തോടെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച് ഈശോയെ എല്ലാവരും വിളിച്ച്, നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ നാമം വിളിച്ച്, രക്ഷാനാമം, കൃപയുടെ നാമം, അനുഗ്രഹത്തിന്റെ നാമം, അഭിഷേകത്തിന്റെ നാമം വിളിച്ച് യേശുവേ സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. കൃപ തന്നതിനായി, സംരക്ഷിച്ചതിനായി, പരിപാലിച്ചതിനായി, സൂക്ഷിച്ചതിനായി, കരുതിയതിനായി നന്ദി കർത്താവേ. നന്ദിയോടെ നമുക്ക് ഈ വരികൾ ഏറ്റുപാടാം. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എല്ലാവരും ചങ്ക് തുറന്നങ്ങ് പാടുകേ. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. വിശ്വസിക്കുന്ന കർത്താവേ, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തി. ഞങ്ങളത് ഏറ്റു പറയുന്ന കർത്താവേ, വിശ്വസതയോട് നടത്തിയത് ഇരക്കരങ്ങളെ ഉയർത്തി കർത്താവ് നടത്തിയ വഴികൾക്കായി, കർത്താവ് പരിപാലിച്ച നിമിഷങ്ങൾക്കായി, കർത്താവ് സൂക്ഷിച്ച് നമ്മുടെ ജീവിതങ്ങൾക്കായി
നമ്മുടെ കുടുംബങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി, നമ്മുടെ സമൂഹത്തിനായി നന്ദി പറഞ്ഞ് കരമുയർത്തി സ്നേഹത്തോടെ വിളിക്കുന്നു. ഈശോയേ, കൃപയുടെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വീരോടെ പ്രവർത്തിച്ചതിനായി, ഞങ്ങളെ സൂക്ഷിച്ചതിനായി, അപകടങ്ങളിൽ ആപത്തുകളിൽ നിന്ന്, മാരകമായ മഹാമാരിയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ അവിടുന്ന് സംരക്ഷിച്ചല്ലോ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സഭയോർത്ത് നന്ദി പറയുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു, ഞങ്ങളുടെ സമൂഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർത്ത്, ഞങ്ങളെ സ്നേഹിച്ചവരെ ഓർത്ത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ ദുഷിച്ചവരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. എല്ലാവരും സ്തുതിച്ച് യേശുനാമം വിളിച്ച് നന്ദിയോടെ വിളിച്ച് ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കൃപ തരുന്നതിനായി, അഭിഷേകം പകരുന്നതിനായി, സാന്നിധ്യം നൽകുന്നതിനായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. കർത്താവേ നന്ദി. പകരുന്ന കൃപയ്ക്കായി, നൽകുന്ന അഭിഷേകത്തിനായി, തിരു സാന്നിധ്യത്തിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. 2021 കൃപയുടെയും ദൈവാനുഗ്രഹത്തിന് വർഷമായി മാറാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, വരുമാന മാർഗങ്ങളിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കേ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാവരും വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച് ഹൃദയം തുറന്ന് വിളിച്ച് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. Come Holy Spirit, feel Holy Spirit, anoint us, anoint us, anoint us. പുതുവർഷത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവേ നൽകണമേ, പ്രദാനം ചെയ്യണമേ. നന്ദി, നന്ദി, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി ഈശോയെ. എല്ലാ നന്മകൾക്കായി, എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ അമ്മേ, തിരുസഭയുടെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ ഞങ്ങൾ ത്രിയേക ദൈവത്തിന് നന്ദി പറയുകയാണ്. 2021 അനുഗ്രഹത്തിൻ്റെയും ആത്മശക്തിയുടെയും വർഷമായി മാറുവാൻ, ലോകത്തിലും സഭയിലും സമാധാനമുണ്ടാകുവാൻ ഞങ്ങൾ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് തീരുമാനങ്ങളെ ആദരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. തീരുമാനങ്ങളെ ആദരിക്കുന്ന ദൈവം. നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ ശക്തിയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത്. ഇന്ന് അനേകരെ അവരുടെ ജീവിതത്തിൽ നന്മകളും സന്തോഷവും നേട്ടങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അവരെടുത്ത ചില ശരിയായ തീരുമാനങ്ങളായിരുന്നു.
ഇന്ന് പലരും അസംതൃപ്തരും ദുഃഖിതരും നിരാശിതരും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, എല്ലാവരും എന്നല്ല പറയുന്നത്, എന്നാൽ കുറെയൊക്കെ ജീവിതങ്ങൾ അവരെടുത്ത തെറ്റായ തീരുമാനങ്ങളുടെ അനുഭവമാണ് ഇന്ന് അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ തീരുമാനവും കർത്താവിൻ്റെ ആലോചനയിൽ നിന്ന് വരണം. ഇതാണ് അനുഗ്രഹത്തിനും കൃപയ്ക്കുള്ള വഴി. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനം. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ വർഷമായി മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തമായ നിർദ്ദേശം എന്താണ്? വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വഴിയിലായിരുന്നവര് കൃത്യമായ ട്രാക്കിലായിരുന്നു, എന്നാൽ ട്രാക്ക് മാറിപ്പോയി. അവരെടുത്ത് ചില തെറ്റായ ഡിസിഷൻസ് അവരുടെ ജീവിതത്തെ ആകമാനം തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞ എത്രയോ ജീവിതങ്ങളുണ്ട്. എൻ്റെ ഈ 30 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഇപ്രകാരം അനേകരെ കണ്ടുമുട്ടാൻ ഇടവന്നിട്ടുണ്ട്. അവരനേകർ പറഞ്ഞു, തെറ്റായി പോയി ഇപ്പോഴാണ് തോന്നുന്നത്, തെറ്റായി പോയി ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്, തിരിച്ച് വരുവാൻ സാധിക്കാത്ത വിധം ഞങ്ങൾ തകർന്നു പോയി, ഞങ്ങൾക്കിനി റിവേഴ്സ് ഇല്ല, ആ വിധം ഞങ്ങൾ ജീവിതങ്ങൾ ലോക്കായി പോയി, എത്ര സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു, എന്തൊക്കെ നന്മകൾ ഞങ്ങൾക്ക് അനുഭവിക്കാമായിരുന്നു, എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ, ഞങ്ങളുടെ ജീവിതം ഈ വിധത്തിലായി പോയല്ലോ എന്നോർത്ത് നിലവിളിക്കുന്ന നീറുന്ന അനേകമായിരങ്ങള് നമ്മുടെ ഇടയിലുണ്ട്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്, വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും പരിശുദ്ധാത്മാവുണ്ടാകണം. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ വേണം തീരുമാനമെടുക്കാൻ. കർത്താവിനോട് എന്തിനും ഏതിനും ആലോചന ചോദിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം. ആ ഒരു ഫോർമേഷൻ നമുക്കുണ്ടാകണം. എത്ര ചെറിയ കാര്യമാണെങ്കിലും കർത്താവിനോട് ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, ഞാൻ എന്താണ് തീരുമാനിക്കേണ്ടത്, ഞാൻ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. അത് ജോലി മേഖലയിലാവട്ടെ, പഠന മേഖലയിലാകട്ടെ, നമ്മുടെ ചില ബന്ധങ്ങളിലാകട്ടെ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ കൂട്ടുകെട്ടുകളിലാകട്ടെ, നമ്മുടെ തൊഴിൽ മേഖലകളിലാകട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിലാകട്ടെ, ഏത് തലത്തിലും കർത്താവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അത് വലിയ സുരക്ഷിതത്വമാണ് നമുക്ക് തരുന്നത്. നമ്മുടെ കാലുകൾ ഇടറിപ്പോവില്ല. കർത്താവ് തൻ്റെ ബലമുള്ള കരങ്ങളാൽ നമ്മളെ താങ്ങിയിരിക്കും. ഒരു സംശയം നമുക്ക് വേണ്ട. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നു, 31-ാം സങ്കീർത്തനം 15-ൽ പറയുന്നത്, എൻ്റെ ഭാഗധേയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവാണത് തീരുമാനിക്കുന്നത്, നമ്മളല്ല. കർത്താവിൻ്റെ തീരുമാനങ്ങളുടെ യെസ് പറയുന്നവരായി നമ്മൾ മാറണം. കാരണം അവിടുത്തെ ഓരോ തീരുമാനവും നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. ചിലപ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ തോന്നും, വേദന തോന്നും. കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്? നമ്മുടെ ജീവിതം മുഴുവൻ കണ്ടുകൊണ്ട കർത്താവ് ഇത് പറയുന്നത്. അവിടുന്ന് സർവജ്ഞാനിയാണ്, ഒമിനിഷ്യൻ, എല്ലാം അറിയുന്നവനായ ദൈവം. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടണോ, കൂടുതൽ മെച്ചപ്പെട്ടതായി മാറണോ, നമ്മുടെ വരുമാന മാർഗങ്ങളിൽ ദൈവത്തിന് കൃപ കടന്നു വരുന്നോ, നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിന് കുടുംബങ്ങളാകണോ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടണോ, ആനന്ദവും സ്വസ്ഥതയും അനുഭവിച്ച് ജീവിക്കണോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിലോട്ട് വരണം.
കർത്താവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായൊരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകണം. 40-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ സന്തോഷം. ഹല്ലേലൂയ. ദാവീദ് എത്ര കൃത്യതയോടെ സംസാരിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ തിരുഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ സന്തോഷം. നമ്മുടെ സന്തോഷം എന്താണ്? നമ്മുടെ സന്തോഷം പലപ്പോഴും എന്തിനാ കെടുക്കുന്നത്? ഇന്ന് നമ്മൾ പലപ്പോഴും എന്തിനാ സന്തോഷം കണ്ടെത്തുന്നത്? നമുക്കറിയാലോ, നമ്മുടെ ആരും അത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് എന്തിനൊക്കെ സന്തോഷം കണ്ടെത്തണേ? എൻ്റെ ദൈവമേ, ദാവീദ് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. ആ ജീവിതത്തിലേക്ക് കൃപ കടന്നു വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഇപ്രകാരമുള്ള ജീവിതങ്ങളിലേക്ക് നിറഞ്ഞൊഴുകും. നമ്മുടെ തീരുമാനം കർത്താവിൻ്റെ തീരുമാനമായിരിക്കണം. അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ അവരെ കാണാം. അതുകൊണ്ട് ഈ 2021 പുതുവർഷത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രവാചകനായ ദാനിയേൽ. ദാനിയേലിന്റെ പ്രവചനം 1-ാം അധ്യായം 8-ാം വചനത്തിൽ പറയാണ്, എന്നെ മലിനപ്പെടുത്തുവാൻ ഞാൻ ആരെയും ഒന്നിനെയും അനുവദിക്കില്ല. എത്ര പ്രസംഗിക്കാൻ എളുപ്പ, കേൾക്കാനും നമുക്ക് എളുപ്പ. ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കാൻ ഒരുപാട് വില കൊടുക്കേണ്ടി വരും, ഒത്തിരി നഷ്ടം സഹിക്കേണ്ടി വരും. എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മ സഹായിക്കും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് കൃപ തരും. എന്നെ മലിനപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ആരെയും ഒന്നിനെയും ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ അർഹതപ്പെട്ട ചില സുഖങ്ങൾ അവൻ ഉപേക്ഷിക്കുക. കർത്താവിനെ പ്രതി, തൻ്റെ വിശ്വാസത്തെ പ്രതി. അവൻ എന്താ തീരുമാനിച്ചത്? രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടോ അവൻ കഴിക്കുന്ന വിഭവസമൃദ്ധമായ ആഹാരം കൊണ്ടോ ഞാൻ എന്നെ മലിനപ്പെടുത്തുകയില്ല. എന്നാ ഒരു ഡിസിഷനാ. കൂടെ ഇരിക്കുന്നവരൊക്കെ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും അവരിങ്ങനെ എൻജോയ് ചെയ്യുമ്പോഴേ ഒരു മന്ദബുദ്ധിയെ പോലെ, പൊട്ടനെ പോലെ ദാനിയേൽ അവൻ്റെ 3 കൂട്ടുകാരും ആ രാജകൊട്ടാരത്തിൻ്റെ സകല സുഖസമൃദ്ധിയുടെ നടുവില് ഇതൊന്നും വേണ്ടെന്ന് വെച്ച് കർത്താവിൽ മാത്രം ആനന്ദിച്ച് എൻജോയ് ചെയ്തിരിക്കുക. തനിയും പൊട്ടന്മാരല്ലേ ഇവര്. ദൈവം ഇങ്ങനെയുള്ളവരെ മാനിക്കും പ്രിയപ്പെട്ടവരെ. ദൈവം മണ്ടനല്ല. അവരുടെ കമ്മിറ്റ്മെന്റ്, വിശ്വാസത്തോടുള്ള അവരുടെ തീഷ്ണത, കർത്താവിനോടുള്ള അവരുടെ വിട്ടുപിരിയാത്ത ഇന്റിമസി, ഇതെല്ലാം ദൈവം വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. ദാനിയേൽ പ്രവചനം 1:17 വാ, 20 നമ്മൾ വായിച്ച് ധ്യാനിക്കണം. ബാബിലോൺ സാമ്രാജ്യത്തിലെ ആർക്കും ലഭിക്കാത്ത വിധത്തിലുള്ള ജ്ഞാനവും അറിവും വ്യാഖ്യാനത്തിന്റെ കൃപയും എല്ലാം കർത്താവ് പ്രദാനം ചെയ്യാണ്. രാജാവ് ചോദിച്ച ഏതൊരു ചോദ്യത്തിനും രാജ്യത്തിലെ ഏറ്റവും മിടുക്കരായ ജ്ഞാനികളെക്കാളും മാന്ത്രികരെക്കാളും 10 ഇരട്ടി മെച്ചപ്പെട്ടവരായി ദാനിയേലിന് അവന്റെ 3 കൂട്ടുകാരെയും രാജാവായ നെബൂഖദ്നേസർ കാണുകയാണ്. ഈ ദൈവിക ജ്ഞാനം എവിടുന്ന് കിട്ടി? കർത്താവ് കൊടുത്തു. അതെങ്ങനെയാണ് ലഭിച്ചത്? സ്ട്രോങ് ഡിസിഷൻ ഉണ്ടായിരുന്നു. എന്നെ മലിനപ്പെടുത്താൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഈ ദൂത് കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുമോ? എന്നെ മലിനപ്പെടുത്താൻ ഞാൻ ഒരുത്തനെയും ഒരുത്തിയെയും അനുവദിക്കില്ല. ഈ ലോകത്തിൽ ഒന്നിനെയും അനുവദിക്കില്ല. മൊബൈൽ ആകട്ടെ, ഇന്റർനെറ്റ് ആകട്ടെ, വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, എന്താകട്ടെ, എന്നെ മലിനപ്പെടുത്തുവാൻ ഈ സംവിധാനങ്ങളെ ഒന്നും ഞാൻ അനുവദിക്കുകയില്ല. ആരെല്ലാം തീരുമാനിക്കുന്നുവോ അവരുടെ ജീവിതം അത്ഭുതമാക്കി, അനുഗ്രഹമാക്കി കർത്താവ് രൂപപ്പെടുത്തും. ദാനിയേൽ ജീവിതം പറയുന്നത് 6-ാം അധ്യായം 3-4 വചനങ്ങളിലോട്ട് വരണം. രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരിയായിട്ട് രാജാവ് ദാനിയേലിനെ അപ്പോയിന്റ് ചെയ്യാണ്. അസാധാരണമായ ദൈവിക ചൈതന്യം അവൻ്റെ മേലുണ്ടായിരുന്നു. മറ്റൊരു വ്യക്തിയാണ് പൂർവ്വ ജോസഫ്. നല്ല സുന്ദരിയായി മിടുമിടുക്കിയായി പോത്തിഫറിന്റെ ഭാര്യ. ഒരു നല്ല വാക്ക് കിട്ടാതെ
എല്ലാവിധത്തിലും മുറിവേറ്റും വേദനിച്ചും വിഷമിച്ചും ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് നല്ല സുന്ദരിയായ സ്മാർട്ടായിട്ടുള്ള ഒരു പെണ്ണ് ജീവിതത്തിലോട്ട് വരുന്നത്. ജോസഫിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 9-10 വചനങ്ങൾ കണ്ണുനീരോടല്ലാതെ വായിക്കാൻ പറ്റത്തില്ല. ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. പ്രിയപ്പെട്ടവരെ, എന്താണ് ജോസഫ് പറഞ്ഞത്? സഹോദരി, നിനക്ക് ആള് മാറിപ്പോയി. ഇത്ര നീചമായ പ്രവൃത്തി ചെയ്ത് എൻ്റെ ദൈവത്തിന് എതിരായി ഞാൻ എങ്ങനെയാണ് പാപം ചെയ്യുക? എൻ്റെ ദൈവത്തെ ഞാൻ എങ്ങനെയാ വേദനിപ്പിക്കുക? പ്ലീസ്. അവൾ അനുദിനം ആവശ്യപ്പെട്ടിട്ടും അവൾ അടുത്തിരിക്കാൻ പോലും ജോസഫ് കൂട്ടാക്കിയില്ല. തീരുമാനമാണ്. എത്ര വലിയ പാപകരമായ സാഹചര്യം വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കില്ല, ഞാൻ എൻ്റെ കർത്താവിനെ സങ്കടപ്പെടുത്തില്ല. ഈ പാപപ്രവൃത്തിയിലൂടെ ഞാൻ എൻ്റെ കർത്താവിനെ അവഹേളിക്കുകയില്ല. എത്ര പേർക്ക് ഈ മെസ്സേജ് മനസ്സിലാകുന്നുണ്ട്? തീരുമാനമെടുക്കാൻ പറ്റൂ. ഈ പുതുവർഷത്തിലെ ദൈവം ആദരിക്കും, ദൈവം മാനിക്കും, ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ വളർത്തും. നിന്റെ കടബാധ്യതകളിൽ, നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ കണ്ണുനീരുകളിൽ, നിന്റെ ആവശ്യങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്ന് ഇടപെടും. സംശയിക്കേണ്ട. ജീവനുള്ള വചന ഇത്, ജീവനുള്ള വചനം. ജോസഫിന് അനുഗ്രഹിക്കപ്പെട്ടില്ലേ? ഉൽപ്പത്തി 41:41 താൻ ഏത് രാജ്യത്തിൽ അടിമയായിരുന്നു ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി, അഡ്മിനിസ്ട്രേറ്ററായി ദൈവം ജോസഫിനെ ഉയർത്തി. എന്തൊരു മാന്യതയെ ദൈവം നൽകിയത്. അപ്പോൾ ഉയർച്ചയുടെ അഭിവൃദ്ധിയുടെ രഹസ്യം എന്താ? അവനെടുത്ത തീരുമാനമാണ്. നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. നമ്മൾ കുറേ അങ്ങ് പ്രാർത്ഥിച്ചു പോയാൽ പോരാ, അതിനനുസരിച്ച് തീരുമാനങ്ങൾ ഉണ്ടാവണം, അതിനനുസരിച്ച് സ്റ്റെപ്പ് ചെയ്യണം. ജീവിതത്തെ ക്രമപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ ഇവർ ദൈവം ഇടപെടുക? ഇത് ഈസി ചെയറിലിരുന്ന് നല്ല ചൂടുള്ള കോഫി ചായ കുടിക്കുന്ന പോലത്തെ പരിപാടിയല്ല ദൈവകൃപ കടന്നു വരാനുള്ള വഴികൾ. മറ്റൊരു വ്യക്തിയാണ് എസ്തേർ, ഒരു അനാഥ പെൺകുട്ടി. എസ്തേറിൻ്റെ ജീവിതം വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ദൈവത്തിനെ ഒരു വ്യക്തിയെ ഉയർത്തുവാൻ, ദൈവത്തിനൊരു വ്യക്തിയെ വളർത്തുവാൻ ഏത് രീതിയിലും ആ വ്യക്തിയെ ഉപയോഗിക്കുവാൻ ദൈവമായ കർത്താവിന് കഴിയും. അതിനാ വ്യക്തിയുടെ സാഹചര്യമോ കുടുംബ മഹിമയോ സൗന്ദര്യമോ വിദ്യാഭ്യാസമോ ഒന്നും കർത്താവിന് വിഷയമല്ല. ഓൾമൈറ്റിയാണ്, ഓൾ സഫിഷ്യന്റ് ഗോഡ്. എസ്തേറിന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നില്ല, ഒരു അനാഥ പെൺകുട്ടി. മറ്റൊരു വ്യക്തിയുടെ സംരക്ഷണത്തിലാണ് എസ്തേർ വളർന്നത്, അതും ഒരു യഹൂദ പെൺകുട്ടി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇങ്ങനെ അനാഥയായ ഹദാസ എന്നായിരുന്നു അവളുടെ പേര്. ഈ പെൺകുട്ടിയെ പേർഷ്യൻ രാജ്യത്തിൻ്റെ രാജ്ഞിയാക്കി ദൈവം ഉയർത്തിയെങ്കിൽ ആ ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ? ഇത് കെട്ടുകഥകളല്ല പ്രിയപ്പെട്ടവരെ, മുത്തശ്ശി കഥയല്ല ഈ പറഞ്ഞു വരണേ. പേർഷ്യൻ രാജ്യത്തിൻ്റെ രാജ്ഞിയായിട്ട് അപ്പനമ്മയില്ലാത്ത, മറ്റ് ബന്ധുമിത്രങ്ങളൊന്നും അധികം ഇല്ലാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടി, ഒരു അനാഥ പെൺകുട്ടി. ദൈവം ഒരു കാര്യം നിശ്ചയിച്ചാൽ ദൈവം അത് ചെയ്യാൻ ശക്തനാണെന്നുള്ള ആഴമേറിയ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ഈ ബോധ്യമുള്ളവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഈ ബോധ്യമുള്ളവരെ പാതി വഴിയിൽ തളർന്ന് തലകുത്തി വീഴില്ല. അവർ ദൈവത്തെ മുറുകെ പിടിക്കും, അവർ ദൈവത്തെ ആശ്രയിക്കും. കഴുകന്മാരെ പോലെ പ്രതിസന്ധികളെ മേൽ ചിറകടിച്ച് പറക്കുവാനുള്ള കൃപയാൽ ദൈവം അവരെ നിറയ്ക്കും. ഹല്ലേലൂയ. ഈ പുതുവർഷത്തിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ കൃപയിലേക്ക്, ഈ അഭിഷേകത്തിലേക്ക് നമ്മൾ വരണം. എന്തായിരുന്നു എസ്തേറിൻ്റെ ഈ വിജയ രഹസ്യം? അവൾക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. നിങ്ങൾ സാധിക്കുന്നവരെ എസ്തേറിൻ്റെ പുസ്തകം വായിക്കണം. അതിൽ എസ്തേർ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. തൻ്റെ ജനം അപകടത്തിലായപ്പോൾ 3 ദിവസം
ഉപവസിച്ച് ദൈവസന്നിധിയിൽ നിലവിളിച്ചവൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ഈ പൊന്നുമോള് ഇന്നോളം അങ്ങയിലല്ലാതെ മറ്റൊന്നിലും ആനന്ദിച്ചിട്ടില്ലല്ലോ. ദൈവമേ, എന്ന പ്രാർത്ഥന ഇത്. പേർഷ്യൻ രാജ്യത്തിൻ്റെ രാജ്ഞിയായിട്ട് എസ്തേർ വാഴുകയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും എന്തും ഏതും റെഡിയാണ് അവിടെ. ഈ സമ്പൽ സമൃദ്ധിയുടെ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ അഭിമാന ബോധത്തോടെ കർത്താവിൻ്റെ മുഖത്ത് കണ്ണുറപ്പിച്ച് എസ്തേർ പറയാണ്, കർത്താവേ, അങ്ങയിലല്ലാതെ അങ്ങയുടെ ഈ മകള് ഇവിടെ വന്നതിന് ശേഷവും മറ്റൊന്നിലും ആനന്ദം കണ്ടെത്തിയിട്ടില്ല. ഹല്ലേലൂയ. പിന്നെ ഈ പെൺകുട്ടിയെ ദൈവം ഉപയോഗിക്കാതിരിക്കൂ, ഇവളെ വളർത്താതിരിക്കൂ? എൻ്റെ അനുജത്തിമാരെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ഈ ദൂത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരെ, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ആലോചന ശ്രദ്ധിക്കണം. ജീവിതത്തെ ഉയർത്തും. നിന്റെ ഒരു സാഹചര്യം ദൈവത്തിന് പ്രവർത്തിക്കുന്ന തടസ്സമല്ല. നീ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയും ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്തതല്ല. ഒരു അനാഥ പെൺകുട്ടിയെ ഇത്തിരി ഉയർത്താമെങ്കിൽ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിന് ഉദാഹരണമല്ലേ. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കല്ല് പൊടിക്കാൻ പോലും കോറിപ്പണിക്ക് വരെ മാർപ്പാപ്പ പോയിട്ടുള്ളതാ. അപ്പനും അമ്മയുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ സഭയുടെ മാർപ്പാപ്പയായ ദൈവം ഉയർത്തി, വിശുദ്ധനാക്കി ദൈവം മാറ്റി. തീരുമാനങ്ങൾ ഉണ്ടാകണം നമുക്ക്, തീരുമാനങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സെന്റ് പോളിന്റെ ജീവിതത്തിലോട്ട് വരിക. പൗലോസിനെ പൗലോസാക്കിയത് ഈ തീരുമാനമാണ്. റോമർ 8:35 പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താൻ പറ്റും? ഈ ലോകത്തിലെ യാതൊന്നിനും വേർപ്പെടുത്താൻ പറ്റത്തില്ല. നീറോയുടെ പട്ടാളക്കൂട്ടം വിശുദ്ധ പൗലോസിന്റെ തലവെട്ടി മാറ്റുന്ന സമയം വരെ ഇത് മുറുകെ പിടിച്ചിരിക്കുക, ഈ തീരുമാനം മുറുകെ പിടിച്ചിരിക്കുക. തിരുസഭയ്ക്ക് ഒരു വിശുദ്ധനെ കിട്ടി. സഭയുടെ പില്ലറാണ് നമ്മുടെ പൗലോസ് ലീഹ. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 2 തിമോത്തിയിലാണ്, 4-ാം അധ്യായം 7-8 വചനങ്ങളാണ്. ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എൻ്റെ കർത്താവ് എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ കിരീടം. എന്നൊരു ഉറപ്പായിരുന്നു പൗലോസിന്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചും നോമ്പെടുത്തും പരിത്യാഗെടുത്തൊക്കെ പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഇതുപോലുള്ള തീരുമാനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ടോ? നിശ്ചയമായും കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടും. നമ്മുടെ കണ്ണുനീര് മാറ്റും, നമ്മൾ ഉയർത്തും, നമ്മളെ വളർത്തും. ലോകത്തിൻ്റെ മുൻപിൽ അവിടെ നമുക്ക് മാന്യത തരും. എത്രയോ അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഈ സത്യം മനസ്സിലാക്കി ഈ പുതുവർഷം 2021 ദൈവപ്രവൃത്തിയുടെ, ദൈവശക്തിയുടെ വർഷമായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾക്കേവർക്കും ഈ വർഷത്തിൻ്റെ സകല നന്മകൾ, അനുഗ്രഹങ്ങൾ ആശംസിക്കുകയാണ്. കൂടുതൽ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവ് തരുന്ന സമൃദ്ധിയെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് വലിയ ആനന്ദത്തോടെ കടന്നു വരാം. മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ,